ആനയെഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങൾക്കെതിരെ തൃശൂരിൽ പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസ സമരം തുടങ്ങി. ആനയെഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങൾക്കെതിരെ തൃശൂരിൽ പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസ സമരം തുടങ്ങി. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് ഉപവാസ സമരം നടക്കുന്നത്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ വിവിധ ക്ഷേത്ര സമിതികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം നടന്നുവരികയാണ്. ആന എഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ജഡ്ജിമാരുടെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ച് പൂരപ്രേമി സംഘം ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിട്ടുണ്ട്. മൃഗസ്നേഹി സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഗോപിനാഥൻ എന്ന സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഗാന്ധിയൻ സമരമാർഗമായ ഉപവാസം സമരത്തോടൊപ്പം പൂരത്തിനുള്ള മേളം, പഞ്ചവാദ്യം തുടങ്ങിയ വാദ്യവിശേഷങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പൂരപ്രേമി സംഘം സെക്രട്ടറിയായ അനിൽകുമാർ മോച്ചാട്ടിലാണ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയത്. പൂരപ്രേമി സംഘം ഭാരവാഹികളായ ബൈജു താഴേക്കാട്ട്, വിനോദ് കണ്ടിങ്കാവിൽ, നന്ദൻ വാഗയിൽ തുടങ്ങി നിരവധി പൂരാസ്വാദകർ നേതൃത്വം നൽകുന്നുണ്ട്. മുന്നോട്ട് പിന്നാക്കം വലിക്കുകയാണ്. എന്താ പറയുന്നത് അറിയോ? 100 സംവത്സരം 1000 സംവത്സരം ഒക്കെ കഴിഞ്ഞു എന്നാണ് ഭാഗവതം പറയുന്നത്. അങ്ങനെ പിടിവലി കൂടി എന്താ നമ്മൾ ടാഗ് ഓഫ് വാറൊക്കെ നടക്കണ പോലെ മുന്നോട്ടും പുറകോട്ടും വലിക്കുകയാണ്. അപ്പോൾ അതിൽ ഭാഗവതത്തിൽ പറയുന്നു, ആ ആനയ്ക്ക് ഭഗവാൻ തൻ്റെ രൂപം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലെ ഒരു രംഗം അവതരിപ്പിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്താ ചെയ്യണേ? ആ ഇന്ദ്രദ്യുമ്നനാകുന്ന ആന രക്ഷയില്ല എന്ന് മനസ്സിലായി. ഇത്രത്തോളം അങ്ങോട്ട് മുങ്ങിയപ്പോൾ ഉക്ഷിപ്യ സാംബുജകരം ഗരമാഹ കൃച്ഛ്രാത്, ആ താമരപ്പൊയ്കയിൽ നിന്ന് ഒരു താമരപ്പൂവ് അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഗരമാഹ കൃച്ഛ്രാത് വേദനയോടുകൂടി ഉറക്കെ വിളിക്കുകയാണ്, നാരായണ